ദേവനെ കിട്ടിയത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ എന്നാണ് ഇവിടെ കണ്ട ഈ ചാല് നമ്മളെ വീട്ടിൽ ചേർന്നുള്ള ചാലിൽ നിന്നാണ് കിട്ടിയത്. കണ്ടോ, ഈ ചാലിൽ നിന്നാണ് അവന് കിട്ടിയത്. ഇത്രയും ഭാഗത്ത് എന്നും കിടന്നോടും. അങ്ങനെ നമ്മളവനെ പിടിച്ചത്. പിടിക്കാതിരുന്നപ്പോൾ അവൻ വിചാരിച്ച് അവൻ ഭയങ്കര മിടുക്കനാണ്, അവന് ഭയങ്കര ബുദ്ധിയാണ്, അവൻ ഭയങ്കര മിടുക്കനാണെന്നാണ് വിചാരിച്ച്. ഇവനെ ഇന്ന് നമുക്ക് മുര തിന്നണം. ഓക്കെ, വന്ന് നിൽക്കുന്നു. ഇന്ന് ഒരു മീനേ കിട്ടിയുള്ളൂ, അവനില്ല മീൻ. അതുകൊണ്ട് അവനറിയുന്നു അവന് കൊടുക്കൂല എന്ന് അവന് മനസ്സിലായി. അവന് കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ ഉള്ള ബഹളമാണ് ഞാൻ കാണിക്കുന്ന മുട്ടു കള്ളിമുള്ള്. മൈ ഹൗസ്. എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞു ഗ്രാമം? എൻ്റെ ഗ്രാമം ഇതാണ്. എൻ്റെ ഗ്രാമം. ഇപ്പം കൃഷിയില്ല, ഉണ്ടോ നമ്മുടെ ഈ വയലിലൊന്നും കൃഷിയില്ല. ഇതാണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ മീനാണ്ട് തോട്ടിലുണ്ട്. നമ്മളിങ്ങനെ റൂമിൻ്റെ ഇവിടെ ഇങ്ങനെ നിരീക്കുമ്പോൾ അറിയാം മീനിവിടെ നിന്ന് അടിക്കുമ്പോഴേ. അപ്പം നമ്മൾ മീൻ കൂടെ കൊണ്ടിടും. അങ്ങനെയാണ് നമുക്ക് മീൻ കിട്ടുന്നത്. ഇതെന്ന് പറയുന്ന ആറ്റിങ്ങൽ ആലങ്കോട് തെഞ്ചേരിക്കോണം. ഇത് ഉമാമഹേശ്വര ക്ഷേത്രമാണേ. നമ്മുടെ ഈ തെങ്ങ് പട്ട് പോയായിരുന്നു കേട്ടോ. ഈ തെങ്ങ് പട്ടെന്ന് വെച്ചാൽ പട്ടുപോയി. കാണാൻ പറ്റുന്നുണ്ടോ? പട്ടുപോയി. അപ്പം ഒരാളെന്നോട് പറഞ്ഞ് ഇതാണ്ട ഈ പാറപ്പൊടി ഉണ്ടല്ലോ, ഈ പാറപ്പൊടിയും ഈ തോട്ടിന്ന് വാരിക്കൊണ്ട് വന്ന മണലും കൂടെ മിക്സ് ചെയ്ത് ആ തെങ്ങിലോട്ടങ്ങനെ വാരി ഇട്ടാൽ മതിയെന്ന് പറഞ്ഞ്, ചെല്ലി പോകുമെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തായാലും അത് രക്ഷപ്പെട്ടു. നമ്മുടെ എല്ലാ തെങ്ങും പട്ടു ചെയ്തുകൊണ്ടുണ്ട്. തെങ്ങുകളെല്ലാം പട്ടു വേണ്ട. ആ സൈഡിന് റോഡിൻ്റെ ഫ്രണ്ട് സൈഡിന് 5 മൂട് നല്ല കായ്ഫലം ഉള്ളതായിരുന്നേ. അതെല്ലാം ചെല്ലി കൊണ്ടുപോയി. പിന്നെ നമ്മൾ ഈ വേറെ ഒരു 4 മൂട് വെച്ച് ആ 4 മൂടും തെങ്ങ് അങ്ങനെ നിൽക്കും. കായ്ഫലം നമ്മൾ എടുത്തുകൊണ്ട് വരുന്നു. ഒരു ദിവസം തെങ്ങങ്ങ് മറിഞ്ഞു, മണ്ടേന്ന് ഇത് പോയി മറിഞ്ഞു. പിന്നെ അതാ ഈ ഒരു തെങ്ങ് ഇപ്പം കായ്ഫലമുള്ളൂ. പിന്നെ ഒരു തെങ്ങ് ഇതാണ് ഈ മുളയുടെ ഇടയിൽ, അത് കാച്ചിട്ടില്ല. ഇതാണ് നമുക്ക് കിട്ടിയവന്. അതിനെ സ്വല്പം കഴിഞ്ഞേ നമുക്ക് പാകമാക്കാൻ പറ്റുമോ. ഇത്തിരി കൂടെയൊക്കെ ആവാറുണ്ട്. അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ. ചെണ്ടുമല്ലിക പോലെ കാത്തു നിന്നു ഞാൻ, കാത്തു. പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടായിരുന്നടോ. മരങ്ങൾ ഒരുപാട് ഉണ്ട്. മഞ്ഞമുളക്, ഗോൾഡൻ മുളയെന്ന് പറയും. വെറും മഞ്ഞയല്ല, ആ മഞ്ഞയിൽ ഇളം പച്ച ലൈനുണ്ട്. ഇത് നമ്മുടെ കല്ലമുളയെന്ന് പറയും. ഇതിൻ്റെ കൂമ്പ് ഇങ്ങനെ വളം കൂമ്പ് വരുമ്പോൾ അത് നമ്മൾ തോരൻ വയ്ക്കാനും അതുപോലെ എന്താണ് തീയൽ വയ്ക്കും. അങ്ങനെ ഇത്തിരി ഫുഡ് ഐറ്റം ഉണ്ടാക്കുക, അച്ചാറിടും. അങ്ങനെയൊക്കെയാണ്. നല്ല ചാറ്റൽ മഴ രാവിലെ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഹായ്. എടാ എന്തോ പറ്റിയടോ. ഞാനേ കണക്റ്റിങ്. ഡൺ. ഓക്കെ, ഇനി ഓക്കെ ആയിക്കോളൂ. അയ്യോ, സ്ക്രീൻ അങ്ങനെ തന്നെ ആയില്ലേ. ഓക്കെ.